Seaborn. Seaborn എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ വിഷ്വലൈസേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ലൈബ്രറിയാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഗ്രാഫിക്സ് ഉണ്ടാക്കാം. അപ്പോൾ നിലവിലുള്ള കോളംസ് യൂസ് ചെയ്തിട്ട് കുറച്ചും കൂടി എക്സ്ട്രാ ഇൻഫോർമേഷൻ തരുന്ന രീതിയിൽ പ്ലോട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഈ സീബോൺ ലൈബ്രറി യൂസ് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ അതിന് കോർ ഫീച്ചേഴ്സിൽ വരുന്ന ഒരു കാര്യമാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ പ്ലോട്ടിംഗ്. അതായത് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻസ് ഒക്കെ പ്ലോട്ട് ചെയ്യാം. ലിസ്റ്റ് പ്ലോട്ട്, അതുപോലെ കാറ്റ് പ്ലോട്ട്, കാറ്റഗറിക്കൽ പ്ലോട്ട്സ്, അതുപോലെ തന്നെ നമുക്ക് പെയർ പ്ലോട്ട് ഒക്കെ ചെയ്യാൻ പറ്റും. അതായത് പെയർ പ്ലോട്ട് പറയുമ്പോൾ രണ്ട് വാരിയബിൾസ്, ഇവിടെ വാരിയബിൾസ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കോളംസ് ആണ്. അപ്പോൾ രണ്ട് കോളംസ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഇടയിലുള്ള റിലേഷൻഷിപ്പ് വെച്ചിട്ട് നമുക്ക് പ്ലോട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നും ഒരു എക്സ്ട്രാ ഒരു ഇൻഫർമേഷൻ ആണ് കിട്ടുന്നത്. അതുപോലെ ബിൽറ്റ് ഇൻ തീംസ് പറയുന്ന നമുക്ക് Seaborn offers various built-in themes for styling charts. അതുപോലെ തന്നെ കളർ പാലറ്റ്സ് എന്ന് പറയുമ്പോൾ ചാർട്ടിന് ഇപ്പോൾ ഏത് തരത്തിൽ ബ്ലൂ കളറിലാണെങ്കിൽ ബ്ലൂ കളറിൽ ആ രീതിയിലൊക്കെ നമുക്ക് കളർ പാലറ്റ്സ് ഒക്കെ കൊടുക്കാൻ പറ്റുന്നുണ്ട്. അവിടെ അതുപോലെ തന്നെ സപ്പോർട്ട് ഫോർ അഗ്രിഗേഷൻ ആൻഡ് ഗ്രൂപ്പിംഗ്സ്. അപ്പോൾ സീബോൺ എന്ന് പറയുന്നത് ക്യാൻ ഓട്ടോമാറ്റിക്കലി ഹാൻഡിൽ കോംപ്ലക്സ് ഗ്രൂപ്പിംഗ്സ് ആൻഡ് ഷോ അഗ്രിഗേറ്റഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് കോളംസ് യൂസ് ചെയ്തിട്ട് വേറൊരു എക്സ്ട്രാ ഇൻഫർമേഷൻ ആണ് നമുക്ക് അവിടെ നിന്നും ലഭ്യമാകുന്നത്. അപ്പോൾ കോർ ഫീച്ചേഴ്സിൽ വരുന്ന കാര്യങ്ങളാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ പ്ലോട്ടിംഗ്, ബിൽറ്റ് ഇൻ ടേംസ്, കളർ പാലറ്റ്സ് കൊടുക്കാൻ പറ്റും, സപ്പോർട്ട് ഫോർ അഗ്രിഗേഷൻ ആൻഡ് ഗ്രൂപ്പിംഗ്. അതുപോലെ തന്നെ ഇവിടെ വരുന്ന ഒരു കാര്യമാണ് ഡീറ്റെയിൽഡ് യൂസ് കേസസിൽ വരുന്നതാണ് വിഷ്വലൈസേഷൻ ഡിസ്ട്രിബ്യൂഷൻസ്. അതായത് പറഞ്ഞ കാര്യം തന്നെ വിഷ്വലൈസിങ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഒരു ഡാറ്റാ സെറ്റ്. ഒരു ഡാറ്റാ സെറ്റിന്റെ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഡാറ്റാ സെറ്റിലുള്ള ഒരു കോളത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുകയാണ്, ആ കോളം എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്നത് അതിനെ ബേസ് ചെയ്ത് നമുക്ക് ചെയ്യാം. ഹിസ്റ്റഗ്രാംസ്, KDE പ്ലോട്ട് പറയുമ്പോൾ കേർണൽ ഡെൻസിറ്റി എസ്റ്റിമേറ്റർ എന്ന രീതിയിൽ, അതായത് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് ഡെൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ച് നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ബോക്സ് പ്ലോട്ട്. പിന്നെ വിഷ്വലൈസേഷൻ ബിറ്റ്വീൻ ദ വാരിയബിൾസ്, അതായത് വിഷ്വലൈസിങ് റിലേഷൻഷിപ്സ്. സീബോൺ എന്ന് പറയുന്നത് ഈസ് എക്സലന്റ് ഫോർ ഷോയിങ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മൾട്ടിപ്പിൾ വാരിയബിൾസ് പറഞ്ഞാൽ മൾട്ടിപ്പിൾ കോളംസിന്റെ ഇടയിൽ ഉണ്ടാവുന്ന ആ റിലേഷൻഷിപ്പ് നമുക്ക് ഇവിടെ കാണിക്കാം. അതുപോലെ വരുന്ന കാര്യമാണ് ഹീറ്റ് മാപ്സ് എന്ന് പറയുന്നത്. Seaborn can easily create heat maps that visualize data through color gradient. അപ്പോൾ ഇവിടെ ഈ ഹീറ്റ് മാപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് കോറിലേഷൻ മെട്രിക്സിനെ ബേസ് ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ പ്യൂർ ടേബിൾ വെച്ചിട്ട് നമുക്ക് ഹീറ്റ് മാപ്പിൽ പ്ലോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ Seaborn എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ വിഷ്വലൈസേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ലൈബ്രറിയാണ്. നമുക്ക് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യാം ആ വിഷ്വലൈസേഷൻ. അതുപോലെ തന്നെ കുറച്ചും കൂടി ഇൻഫോർമേഷൻസ് അതിൽ നിന്ന് നമുക്ക് കിട്ടും. അതായത് രണ്ട് കോളംസ് അല്ലെങ്കിൽ അതിലധികമോ കോളംസ് ഒക്കെ യൂസ് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു എക്സ്ട്രാ ഇൻഫോർമേഷൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും യൂസിങ് ദിസ് Seaborn ലൈബ്രറി. പക്ഷെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള പോലെയല്ല, നമുക്ക് അതിൽ നിന്ന് ഒരു എക്സ്ട്രാ ഇൻഫോർമേഷൻ കിട്ടിയിരിക്കണം. ജസ്റ്റ് ഓൺലി പ്ലോട്ട് ചെയ്യല്ല, അതിൽ നിന്നും നമുക്ക് ഇപ്പോൾ ഡാറ്റ സയൻസിൽ വരുന്ന ഒരു കാര്യമാണ് ED എന്ന് പറയുന്നത്, അതായത് എക്സ്പ്ലോറേറ്ററി ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്ന സെക്ഷൻ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ആ ഒരു ഡാറ്റ സെറ്റിനെ കുറിച്ച് ലേൺ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെ കോളംസ് എവിടെയൊക്കെ, അതായത് ടാർഗറ്റ് വാരിയബിൾസ് നമുക്ക് കിട്ടുന്ന ആ പ്രൊഡിക്ഷനെ ബേസ് ചെയ്തിരിക്കണം ഈ വിഷ്വലൈസേഷനൊക്കെ വരേണ്ടത്. പിന്നെ എക്സാമ്പിൾ ആയിട്ടാണ് ഇതിൻ്റെ കുറച്ച് കോഡിങ്സ് കൊടുത്തിട്ടുണ്ട്. ഇമ്പോർട്ട് Seaborn SSNS, ഇമ്പോർട്ട് matplotlib.pyplot.plt. അപ്പം ഞാൻ ഇവിടെ എന്തും കൂടി ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്, Seaborn മാത്രമല്ല matplotlibും കൂടി ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഡാറ്റ സെറ്റ് ലോഡ് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ Seabornൽ ഹിസ്റ്റോഗ്രാം വിത്ത് KDE ഹിസ്റ്റോഗ്രാം പ്ലോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ കോഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കാറ്റർ പ്ലോട്ടും റിഗ്രഷൻ ലൈനും കൂടി ജോയിൻ ചെയ്ത രീതിയിൽ നമ്മളിവിടെ പ്ലോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഹീറ്റ് മാപ്പ് ഫോർ കോറിലേഷൻ മെട്രിക്സ്. അപ്പോൾ ഇതാണ് Seabornൽ മെയിൻലി തിയറി പാർട്ടിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം. അത് സ്റ്റാറ്റിസ്റ്റിക്കൽ വിഷ്വലൈസേഷന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്നും കിട്ടും. അതുപോലെ തന്നെ നമുക്ക് കളർ പാലറ്റ്സ്, അതുപോലെ തന്നെ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് വിഷ്വലൈസേഷൻ സാധ്യമാക്കാൻ പറ്റും.